നമസ്കാരം. നമ്മളിൽ പലരും എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ആശ്രമത്തിനിടയിൽ പലപ്പോഴും നമ്മൾ നമ്മളെത്തന്നെ മറന്നുപോകാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ വെറുമൊരു നല്ല വ്യക്തിയായതുകൊണ്ട് മാത്രം ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കണമെന്നില്ല. ആ നന്മയുടെ കൂടെ അല്പം ബുദ്ധിസാമർഥ്യവും ആത്മവിശ്വാസവും കൂടി ചേരുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കരുത്തുള്ളവരായി മാറുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു കരുത്തുള്ള വ്യക്തിയുണ്ട്. അവളെ പുറത്തെടുക്കാൻ സമയമായി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന 6 ലളിതമായ ശീലങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇതിലെ ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നവയാണ്. നമുക്ക് തുടങ്ങാം. 1. നിങ്ങളുടെ സമയം എല്ലാവർക്കുമായി നൽകുന്നത് നിർത്തുക. നമ്മളിൽ പലരും ചെയ്യുന്ന വലിയൊരു തെറ്റാണിത്. ആര് എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുക. ആര് എന്ത് സഹായം ചോദിച്ചാലും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് ഓടിച്ചെല്ലുക. നിങ്ങളെപ്പോഴും എല്ലാവർക്കും ലഭ്യമാകുമ്പോൾ നിങ്ങളുടെ വില കുറയുകയാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും ഈ ലോകം വലിയ വില നൽകാറില്ല. നിങ്ങളുടെ സമയവും ഊർജ്ജവും വിലപ്പെട്ടതാണ്. അത് അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക. നിങ്ങളുടെ ജോലികൾക്ക് മുൻഗണന നൽകാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരും നിങ്ങളെ ബഹുമാനിക്കൂ. 2. എല്ലാം എല്ലാവരോടും പറയാതിരിക്കുക. മനസ്സു തുറന്ന് സംസാരിച്ചാൽ സങ്കടം കുറയും എന്ന് കരുതി സ്വന്തം ബലഹീനതകളും വീട്ടുപ്രശ്നങ്ങളും എല്ലാവരോടും പങ്കുവെക്കരുത്. എല്ലാവരും നിങ്ങളെ കേൾക്കുന്നുണ്ടാകും, പക്ഷേ എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഇന്ന് സങ്കടം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നാളെ അവർ നിങ്ങൾക്കെതിരെ തന്നെ ഒരു ആയുധമായി ഉപയോഗിച്ചേക്കാം. നിങ്ങളുടെ ഹൃദയം ആരോട് തുറക്കണമെന്ന് കൃത്യമായ ഒരു ധാരണ വേണം. നിങ്ങളെ വീഴുമ്പോൾ താങ്ങുന്നവരോട് മാത്രം കാര്യങ്ങൾ പറയുക, അല്ലാതെ നിങ്ങളെ തള്ളിയിടാൻ നോക്കുന്നവരോടല്ല. ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കുന്നത് നിങ്ങളെ ബുദ്ധിമതിയോടൊപ്പം സുരക്ഷിതയുമാക്കും. 3. കുറ്റബോധമില്ലാതെ നോ എന്ന് പറയാൻ ശീലിക്കുക. നമ്മുടെ സമാധാനവും സമയവും കളഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ശരിയെന്ന് പറയുന്നത് നന്മയല്ല. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ താൽപ്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ അത് സ്നേഹത്തോടെ എന്നാൽ വ്യക്തമായി നോ എന്ന് പറയാൻ ശീലിക്കുക. ഞാനില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാകുമോ എന്ന കുറ്റബോധം ആദ്യം മാറ്റണം. നിങ്ങൾ അതിരുകൾ നിശ്ചയിക്കുന്നത് അഹങ്കാരമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനമാണ്. നിങ്ങൾ എപ്പോൾ നോ പറയാൻ തുടങ്ങുന്നുവോ അന്നുമുതൽ ലോകം നിങ്ങളെ ഗൌരവമായി കാണാൻ തുടങ്ങും. 4. നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ബഹുമാനം എന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ടതാണ്. നിങ്ങളെ അവഗണിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്കർഹിക്കുന്ന ബഹുമാനം ലഭിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിശബ്ദമായി പിൻവാങ്ങാൻ പഠിക്കുക. അവിടെ നിന്ന് തർക്കിക്കാനോ സ്വയം തെളിയിക്കാനോ നിൽക്കരുത്. നിങ്ങളുടെ സാന്നിധ്യത്തെക്കാൾ നിങ്ങളുടെ അഭാവം ആളുകളെ ചിന്തിപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം അവർക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ എവിടെയിരിക്കണം, ആരോട് സംസാരിക്കണം എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമായിരിക്കട്ടെ. 5. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക. ഇതൊരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. കുടുംബവും സ്നേഹവും ഒക്കെ വേണം, പക്ഷെ സാമ്പത്തികമായി മറ്റൊരാളെ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ശബ്ദം അവിടെ അടിച്ചമർത്തപ്പെടാം. ഒരു ചെറിയ വരുമാനമെങ്കിലും സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് വീട്ടിലിരുന്നുള്ള ജോലിയോ ഓൺലൈൻ ബിസിനസ്സോ എന്തുമാകാം. സ്വന്തമായി പണമുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ തീരുമാനങ്ങളെടുക്കുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് വ്യക്തമായ ചിന്തയോടെ ആയിരിക്കും. സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീയുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ എന്നും വിലയുണ്ടാകും. 6. ഉള്ളിലെ കരുത്തുള്ള സ്ത്രീയെ ഉണർത്തുക. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. സത്യത്തിൽ ആ കരുത്തുള്ള വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത്രയും കാലം മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അവളെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവളെ ഉണർത്തേണ്ട സമയമാണ്. ബുദ്ധിമതിയുള്ള ഒരു സ്ത്രീ ആരെയും ചതിക്കില്ല, പക്ഷേ അവൾ സ്വയം തകരാൻ അനുവദിക്കുകയുമില്ല. നിങ്ങളുടെ ക്ഷീണത്തെയും സ്വപ്നങ്ങളെയും ഗൌരവമായി കാണുക. സുഹൃത്തുക്കളെ, മാറ്റം ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടാവില്ല, പക്ഷേ ഇന്ന് നിങ്ങളെടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ നാളെ നിങ്ങളെ വലിയൊരു വ്യക്തിത്വത്തിനുടമയാക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുന്ന ദിവസം ഈ ലോകവും നിങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കും. നിങ്ങളുടെ നന്മ ഒരിക്കലും നിങ്ങളുടെ ബലഹീനതയായി മാറാൻ അനുവദിക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തണമെന്ന് തോന്നുന്നത് ഏത് കാര്യത്തിലാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമന്റും മറ്റൊരാൾക്ക് വലിയൊരു പ്രചോദനമായേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്.
ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.